പാർവതി എല്ലാവർക്കും അറിയാം, നടിയാണ്, ആങ്കറാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഞാനൊരു കാര്യം പുതുതായിട്ട് അറിഞ്ഞത്, പാർവതി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കൂടിയാണ് ഇതിൻ്റെ ഇന്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന പാർവതിയാണ്. അപ്പോൾ പാർവതിയുടെ ബൊട്ടീക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലോത്തിങ് ഇതിലോട്ടുള്ള ആദ്യത്തെ കലപ്പ് അല്ലേ. അപ്പം ഇതിനുള്ള താല്പര്യം വരാൻ കാരണം പണ്ട് നമ്മളൊക്കെ ഈ പണ്ടത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടപ്പംസും ഇതൊക്കെ മറ്റേ ലൈൻ ദിവസം കൊടുക്കുന്ന ബേക്കറി കാണുന്ന സമയത്ത് ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു ബേക്കറി വാങ്ങണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ എപ്പോഴും ഷോപ്പ് ചെയ്ത് തുണിക്കട സ്വന്തം തുണിക്കട അതിൽ തന്നെ ഷോപ്പ് ചെയ്യാന്നുള്ളൊരു അതുകൊണ്ട് സാധാരണ വെസ്റ്റേൺ വെച്ച് നമ്മുടെ ട്രെൻഡൊന്നും അങ്ങനെ കിട്ടാറില്ല, വളരെ കുറവാണ്. നമുക്ക് ഇങ്ങനെ യൂണീക്ക് ആയിട്ടില്ല. ഇവിടുത്തെ എല്ലാം സിംഗിൾ പീസസ് ആയിരിക്കും. ഒരാൾ ഇട്ടോട്ട് പോകുന്ന സാധനം വേറൊരാൾക്ക് കാണത്തില്ല. അതെനിക്ക് ഉറപ്പ് വരാൻ പറ്റും കേട്ടോ. അത് മറ്റേ സേഡി മുസൈലും മറ്റേ പറഞ്ഞ പോലെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന നല്ല വെസ്റ്റേൺ വെയർസ് കിട്ടുമെന്നുള്ളതിൽ എനിക്കൊരു ഉറപ്പുണ്ട്. പിന്നെ എല്ലാവർക്കും പിക്ക് ചെയ്യാൻ, എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും പിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ആയിരുന്നു, പണ്ട് ഈ ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും ചായക്കട തുടങ്ങണം. പക്ഷെ ഞാൻ തുടങ്ങി കേട്ടോ. നെക്സ്റ്റ് ഇയർ ചേട്ടൻ തന്നെ വന്ന് എനിക്കത് ഉദ്ഘാടനം ചെയ്ത് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരൺ പാർവതിയുടെ പാർട്ണറാണ്. ശരണിന്റെ ഈ വഴിക്ക് തന്നെ വേറെ ഈ ബേസിക്കലി ഈ റോഡിലുള്ള പലതും ഇവരുടെയാണ്. ഈ റോഡ് മൊത്തം ഇവരങ്ങ് വാങ്ങുക. ആ ഫ്ലാറ്റ് ഒഴിച്ച് വെക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ താമസിക്കുന്നുണ്ട്. അത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഇവരുടെ. ഞാൻ ഏറെക്കുറെ ആഗ്രഹിച്ചൊരു ഫ്ലാറ്റ് ആയിരുന്നു ആക്രക്ക്. അത് ഞാൻ വാങ്ങി. അതെ, അത് ചേട്ടൻ ബാക്കി. അപ്പൊ എന്തായാലും പാർവതിയുടെ ഇങ്ങനെ ഒരു സംരംഭം എല്ലാവരും വലിയ വിജയമാക്കി തീർക്കുക. അതിന് എല്ലാവരും ട്രോണ്ടറിന് എല്ലാം സപ്പോർട്ട് ഉണ്ടാവും. ഇത്ര എല്ലാവരും ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേറെ വിശേഷം